സിയാസുമായിട്ട് സെയിൽസിൽ പിടിച്ചു നിൽക്കാൻ ഇതിന് മുന്നത്തെ മോഡലിൽ നിന്ന് ഒരുപാട് കോസ്മെറ്റിക് ചേഞ്ചസ് ഹ്യുണ്ടായി ഈ ഒരു വേണ ഫോറസിൽ കൊണ്ടുവന്നു. ഹെഡ്ലൈറ്റ്സ് മാറി, ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ലുക്സ് മാറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതായിട്ട് കൊറോളയുടെ ഫ്രണ്ട് ലുക്കൊക്കെ പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഈ കാറിൽ ആ ഒരു പോർഷനൊക്കെ ഡീക്രോം ചെയ്തേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നിയെന്ന് വരില്ല. പിന്നെ കീലെസ് എൻട്രി കൊണ്ടുവന്നു, റിയർ ക്യാമറാസ് വന്നു, പിന്നെ ഇൻറ്റീരിയേഴ്സും കുറേയൊക്കെ മാറി. അല്ലെങ്കിലും ഹ്യുണ്ടായി എപ്പോഴും അവരുടെ ഇൻറ്റീരിയേഴ്സിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ഡാഷിൻ്റെ സെൻട്രലിലുള്ള പോർഷൻസും ഡോർ പാനൽസിലൊക്കെ ചെറുതായിട്ട് വുഡൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പേരിൻ്റെ കൂടെയുള്ള 4S ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത് തന്നെ സ്റ്റൈൽ, സ്പീഡ്, സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻറ്റീരിയേഴ്സ്, സേഫ്റ്റിയുമായിരുന്നു. 2011 ഇറങ്ങിയ ഫ്ലൂയിഡിക് വേണയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4Sൽ ഒരുപാട് ടെക്നിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം ക്യാബിൻ റിഫൈൻമെൻറ്റ് തന്നെയാണ്.